നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ചില കോൺസെപ്റ്റ്സ് ഇൻ എക്കണോമിക്സ് ആണ്. ചില ബേസിക് ആയിട്ടുള്ള എക്കണോമിക്സിലെ ചില ആശയങ്ങൾ മാത്രമേ ഇന്ന് ചർച്ച ചെയ്യുന്നുള്ളൂ. 3 എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ആൻ ഇക്കോണമി. എല്ലാ ഇക്കോണമിയിലെയും പ്രധാനപ്പെട്ട 3 എക്കണോമിക് ആക്ടിവിറ്റീസ് ഏതാണെന്ന് ചോദിച്ചാൽ 1 പ്രൊഡക്ഷൻ ഉൽപാദനം, 2 ഡിസ്ട്രിബ്യൂഷൻ വിതരണം, 3 കൺസംഷൻ ഉപഭോഗം എന്ന 3 പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ആണ് എല്ലാ ഇക്കോണമിയിലും നടക്കുന്ന 3 കാര്യങ്ങൾ. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇൻപുട്ടുകളെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രോസസ്സാണ്. നിങ്ങൾക്കൊക്കെ കുറേയേറെ ഇൻപുട്ടുകൾ ഉണ്ടാകാം. അതെല്ലാം കൂടെ ചേർത്ത് വെച്ച് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് ഔട്ട്പുട്ടാക്കി മാറ്റുമ്പോൾ ഇറ്റ് ഇസ് നോൺ ആസ് പ്രൊഡക്ഷൻ. ഉൽപാദനം നടക്കുകയാണ് അല്ലേ. ഉൽപാദനം ചെയ്ത കാര്യങ്ങൾ അവിടെ ഇരുന്നാൽ മാത്രം പോരാ, അത് ആളുകളിലേക്ക് എത്തുന്ന പ്രക്രിയയാണ്. വെൻ ഇറ്റ് റീച്ചസ് ടു ദി ഇൻഡിവിജ്വൽ ഇറ്റ് ബിക്കംസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അൾട്ടിമേറ്റ്ലി അത് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുമ്പോഴാണ് കൺസംഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ 3 പദങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത 2 പദങ്ങളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്കോണമി ആൻഡ് എക്കണോമിക്സ്. ഓക്കെ, ഇക്കോണമി എന്ന പദം നിങ്ങൾ ഇനി അങ്ങോട്ട് കേൾക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ എക്കോണമി എന്ന് പറയുന്നത് ഏത് പ്രദേശത്താണോ ഈ 3 കാര്യങ്ങൾ നടക്കുന്നത്, നമുക്ക് അതിനെയാണ് ഇക്കോണമി എന്ന് പറയുന്നത്. ആൻഡ് ഇക്കോണമി ഇൻഡിക്കേറ്റ്സ് എ റീജിയൻ, എ പർട്ടിക്കുലർ ഏരിയ ഓർ എ കൺട്രി concerning the production, distribution, consumption and all other economic activities. Economic activities നടക്കുന്ന ഒരു പ്രദേശം, നമ്മുടെ രാജ്യമാകാം, നമ്മുടെ സ്റ്റേറ്റ് ആകാം, നമ്മുടെ അടുത്തുള്ള സ്ഥലമാകാം, എവിടെയൊക്കെ ഈ പ്രക്രിയകളൊക്കെ നടക്കുന്നുണ്ടോ നമുക്ക് അതിനെയെല്ലാം ഇക്കോണമി എന്ന പദം വെച്ച് നമുക്ക് നിർണ്ണയിക്കാനായിട്ട് അല്ലെങ്കിൽ പറയാനായിട്ട് പറ്റും. അപ്പം ഇറ്റ് റെഫേഴ്സ് ടു ആൻ ഏരിയ അല്ലെങ്കിൽ ഒരു റീജിയൻ അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെന്റിനെയാണ് ഇക്കോണമി എന്ന് പറയുന്നത്. എക്കണോമിക്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇക്കോണമിയെക്കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ്. അപ്പം ചുരുക്കം പറഞ്ഞാൽ എക്കണോമിക്സ് ഇക്കോണമിയെക്കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനെ കുറിച്ചും ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും കൺസംഷനെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന ഒരു എക്കണോമി ഒരു സബ്ജക്റ്റാണ് അല്ലെങ്കിൽ ഒരു ശാഖയാണ്, ശാസ്ത്രശാഖയാണ് എക്കണോമിക്സ് എന്ന പദം. അടുത്തതായി അറിഞ്ഞിരിക്കേണ്ട ഒരു പദമാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ നേരത്തെ പ്രൊഡക്ഷൻ എന്നൊരു വാക്ക് കണ്ടിരുന്നു. വി ഹാവ് ഓൾറെഡി സീൻ ഇറ്റ്. അപ്പം വാട്ട് ഈസ് പ്രൊഡക്ഷൻ എന്നത് മനസ്സിലായി. അപ്പം പ്രൊഡക്ഷന് കാരണമാകുന്ന ചില ഇൻപുട്ടുകളുണ്ട് അല്ലേ. പ്രൊഡക്ഷൻ റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. ബട്ട് വാട്ട് ആർ ദ ഇൻപുട്സ്? ഇൻപുട്സ് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പം പ്രൊഡക്ഷന് റെസ്പോൺസിബിൾ ആകുന്ന എലമെന്റ്സ് ആണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എൻ എക്കണോമിക് ടേം ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ഇൻപുട്സ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പം ഇൻപുട്ടുകളാണ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓണർഷിപ്പ് ആർ ദ 4 ബേസിക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ആൻ ഇക്കോണമി. എക്കണോമിക്സിലെ എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട 4 പദങ്ങളാണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രീനർഷിപ്പ്. ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ എന്തും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്നതാണ് മനസ്സിലാക്കുക. ലാൻഡ് എന്ന് പറയുന്നത് സ്ഥലമാണ്, ലേബർ എന്ന് പറയുന്നത് തൊഴിലാളികളാണ്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് യു ക്യാൻ ഐദർ തിങ്ക് ഓഫ് മെഷീൻ, നല്ല മെഷീൻ വാങ്ങുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ നല്ല നിക്ഷേപം, പണം നിക്ഷേപിച്ച് അതുവഴിയുള്ള ടെക്നോളജിയൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെന്റിനെയാണ് നമുക്ക് ക്യാപിറ്റൽ എന്ന് പറയുന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. 4ാമത് ഉപയോഗിക്കുന്ന പദം ഓൺട്രപ്രീനർഷിപ്പ് എന്നാണ്. ഓൺട്രപ്രീനർഷിപ്പ് എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ്. നിങ്ങൾക്ക് ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, പക്ഷെ ഇതിനെല്ലാം ക്രോഡീകരിക്കാനായിട്ടുള്ള ഒരു യൂണിറ്റ് വേണം അല്ലേ. ചിലപ്പോഴൊക്കെ ടെക്നോളജി എന്ന പദമൊക്കെ ഉപയോഗിക്കാറുണ്ട്. ചിലർ ഒരു ബിസിനസ് മെൻ എന്നൊരു പദം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്നൊരു പദമൊക്കെ ഉപയോഗിക്കാറുണ്ട് ഓൺട്രപ്രീനർഷിപ്പ്. അപ്പം ഞാനൊരു ബ്രെഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി തുടങ്ങാനായിട്ട് ആഗ്രഹിച്ചു അല്ലെങ്കിൽ ബ്രെഡ് ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് സ്ഥലം വേണം അല്ലേ. സ്ഥലം വേണം. സ്ഥലത്ത് മാത്രം മതിയോ? ലാൻഡ് മാത്രം പോരാ, ലേബർ വേണം, കുറച്ച് തൊഴിലാളികളെ എടുക്കണം, ക്യാപിറ്റൽ വേണം. ഞാൻ ഇവർക്കൊക്കെ പൈസ കൊടുക്കണ്ടേ, ശമ്പളം കൊടുക്കണ്ടേ, എവിടെ നിന്ന് കൊടുക്കും? ഞാൻ കുറച്ച് എമൗണ്ട് നിക്ഷേപിച്ചാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഉൽപ്പാദനം നടത്താൻ മെഷീൻ വാങ്ങണ്ടേ. അതൊക്കെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 4ാമത്തെ ഓൺട്രപ്രീനർഷിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ടീം വേണം അല്ലേ. പാക്കിങ്ങിന് ഒരു യൂണിറ്റ് വേണം, അല്ലെങ്കിൽ അതിൻ്റെ സെയിൽസ് നടത്താൻ ഒരു യൂണിറ്റ് വേണം. അപ്പോൾ എൻ്റെ ഒരു ടീമുണ്ട്, അതിനെയാണ് ഓൺട്രപ്രീനർഷിപ്പ് എന്ന് പറയുന്നത്. ആ ഒരു അറേഞ്ച്മെന്റിനെയാണ്, ക്രമീകരിക്കുന്ന ഒരു യൂണിറ്റിനെയാണ് ഓൺട്രപ്രീനർഷിപ്പ്. എൻ്റെ ബിസിനസ് ടീമിനെയാണ്, എൻ്റെ ഓർഗനൈസേഷനെയാണ്, എൻ്റെ സ്ഥാപനത്തെയാണ് ഞാൻ ഓൺട്രപ്രീനർഷിപ്പ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പം ഓരോ ആളുകൾക്കും പ്രത്യേകിച്ച് റിവാർഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. എൻ്റെ സ്ഥാപനത്തിന് ഞാൻ സ്ഥലം കണ്ടെത്തി, അല്ലെങ്കിൽ സ്ഥലമാണ് വാടകയ്ക്ക് എടുത്താൽ ഞാൻ എന്ത് കൊടുക്കണം? റെന്റ് കൊടുക്കണം.
ഇല്ലേ? ഞാൻ തൊഴിലാളികളെ എടുത്താൽ അവർക്ക് എന്ത് കൊടുക്കണം? വേജ് കൊടുക്കണം, കൂലി കൊടുക്കണം, അല്ലേ? ഞാൻ ക്യാപിറ്റൽ, നിക്ഷേപം ആരിൽ നിന്നെങ്കിലും വാങ്ങിച്ചാൽ അവർക്ക് എന്ത് കൊടുക്കണം? പലിശ കൊടുക്കണം, അല്ലേ? നാലാമത് എൻ്റെ സ്ഥാപനത്തിന് കിട്ടുന്ന ലാഭമാണ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ സ്ഥാപനത്തിന് കിട്ടുന്ന റിവാർഡാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതിൻ്റെതായിട്ടുള്ള റിവാർഡുകൾ ഉണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉണ്ട്. അപ്പോൾ ഇക്കോണമിയെക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലമാണ് എക്കോണമി. 3 തരത്തിലുള്ള ഇക്കോണമിയെയും കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഒന്ന് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, 2 സോഷ്യലിസ്റ്റ് ആൻഡ് 3 മിക്സഡ് ഇക്കോണമി എന്ന 3 പദങ്ങളാണ്. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ് ആണ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഒക്കെ ഓണേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് ഉൽപാദനം നടത്തുന്നതും എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ചെയ്യുന്നതും എല്ലാം പ്രൈവറ്റ് വ്യക്തികളാണ് എങ്കിൽ നമുക്കതിനെ ക്യാപിറ്റൽ ഇക്കോണമി ഓർ ഫ്രീ മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയുന്നു. നേരെ മറിച്ച് സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം ഓൺ ചെയ്യുന്നത്, എല്ലാ സ്ഥാപനങ്ങളും ഓൺ ചെയ്യുന്നത് ആരായിരിക്കും? ഗവൺമെന്റ് ആണ് ഓൺ ചെയ്യുന്നത്, അല്ല? ഗവൺമെന്റ് സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ ആ രാജ്യത്തെങ്കിൽ നമുക്കതിനെ സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്ന് പറയാം. മൂന്നാമത്തെ ഇക്കോണമിയാണ് മിക്സഡ് ഇക്കോണമി. മിക്സഡ് ഇക്കോണമിയുടെ ഒരു പ്രത്യേകത, ഇവിടെ പ്രൈവറ്റ് ആളുകളും ഉണ്ട്, ഗവൺമെന്റും ഉണ്ട്, അല്ലേ? നമ്മുടെ രാജ്യം മിക്സഡ് ഇക്കോണമിയാണ്, അല്ലേ? നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് പ്രൈവറ്റ് സ്കൂളുകളുണ്ട്, ഗവൺമെന്റ് സ്കൂളുകളുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. രണ്ടും കൂടെ ഒരേപോലെ ആണ് പോകുന്നത്, അല്ലേ? ഇങ്ങനെ 2 രീതിയിൽ ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന സ്ഥാപനങ്ങളും പ്രൈവറ്റ് ഓൺ ചെയ്യുന്ന സ്ഥാപനങ്ങളും ഒരേപോലെ കോ എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്കതിനെയാണ് മിക്സഡ് ഇക്കോണമി എന്ന് പറയുന്നത്. അപ്പം 3 ടൈപ്സ് ഓഫ് ഇക്കോണമി ഞാനൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ പേരുകളൊക്കെ നിങ്ങളുടെ ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ കേൾക്കാനായിട്ടിടയുള്ള പദങ്ങളാണ്. ചുരുക്കം പറഞ്ഞാൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. നമ്മൾ ബ്രിഡ്ജ് കോഴ്സിനകത്ത് ചില എലമെന്റ്സ് മാത്രമേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു വെച്ചെന്നേ ഉള്ളൂ. ഈ കാണുന്ന ഞാൻ ആ ഒരു സ്ലൈഡിനകത്ത് കുറേ പദങ്ങൾ കണ്ടോ? ഇതുപോലെ ഒരുപാട് പദങ്ങൾ ഇനിയുള്ള 3 വർഷക്കാലം നിങ്ങൾ പഠിക്കാനായിട്ട് കിടക്കുന്നേ ഉള്ളൂ. അപ്പം അതിലേക്ക് ഒരു എത്തിനോട്ടം എന്ന് മാത്രമേ നമ്മൾ ഈ ഒരു 2-3-4 വീഡിയോകൾ നിങ്ങൾക്ക് സഹായകരമാകും, തീർച്ചയാണ്. അപ്പം നിങ്ങൾ ഇനിയുള്ള എക്കണോമിക്സിന്റെ ക്ലാസ്സുകൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക, എക്കണോമിക്സിന്റെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കിയാൽ ഇതുപോലെ സുന്ദരമായിട്ടുള്ളൊരു സബ്ജക്റ്റ് ഇല്ല. കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന പല കാര്യങ്ങളുമായിട്ട് എത്രയോ എളുപ്പത്തിൽ ബന്ധിപ്പിക്കാൻ പറ്റും, രസകരമായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളെയും നിർണ്ണയിക്കാനായിട്ട് പറ്റും, പല കാര്യങ്ങൾ പ്രവചിക്കാൻ പറ്റും. ഇതെല്ലാം എക്കണോമിക്സ് സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പം അതിലേക്ക് എല്ലാ ആശംസകളും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നേരുന്നു. ബ്രിഡ്ജ് കോഴ്സുകൾ എൻ്റെ ക്ലാസ്സസ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.